പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ആഴ്ച നമ്മെ സംബന്ധിച്ച് വലിയ ദൈവാനുഗ്രഹത്തിന്റെ, വലിയ കൃപയുടെ, വലിയ അഭിഷേകത്തിന്റെ നാളുകളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കിയേ. നമ്മളുടെ കുടുംബ വിശുദ്ധീകരണത്തിന്റെ, നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ കുടുംബ വിശുദ്ധീകരണത്തിന്റെ 7ാമത്തെ ആഴ്ചയിലേക്കാണ് വരുന്ന വ്യാഴാഴ്ച പോകുന്നത്. സമ്പൂർണ്ണ ജപമാല ചൊല്ലി വ്യക്തിപരമായി പ്രാർത്ഥിച്ച് വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് കടന്നു വരുമല്ലോ. ഹല്ലേലൂയ. പിന്നെ സുഖമായിരിക്കുമല്ലോ അല്ലെ. ഇത് നോക്കിയ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഭയങ്കരമായ ഒരു അഭിഷേക വചനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4:4 അവിടെ വചനം പറയാണ്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അതായത് സുവിശേഷം ഒരു അടഞ്ഞ പുസ്തകമായിരിക്കുന്നത് അത് വേറെ ആർക്കുമല്ല, നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. കാരണം എന്താ? വചനം പറയാണ് തുടർന്ന് 4-ാമത്തെ വാക്യത്തില്, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതായത് സുവിശേഷം ഗ്രഹിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സുകളെ നിർവീര്യമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ പിശാച്, ലോകത്തിന്റെ അരൂപി, ലൗകായികത്വം, വേൾഡ്ലി സ്പിരിറ്റ്. എന്നിട്ട് എന്തുണ്ടാവും? തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ആത്മശോധന നടത്തേണ്ടത്, ദൈവമേ, എനിക്ക് സുവിശേഷം ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പസ്തോല പ്രവർത്തനത്തിൽ ലിദിയ എന്നൊരു മകളെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് പറയുന്ന വചനം മനസ്സിലാക്കാൻ തക്കവിധം ലിദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഹൃദയം തുറക്കുന്നില്ല എങ്കിൽ സുവിശേഷം അർത്ഥശൂന്യമാണ്. സുവിശേഷം അർത്ഥശൂന്യമാണ്. ഇന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ സൺഡേ കുർബാനയ്ക്ക് മറ്റൊക്കെ വചനപ്രഘോഷണക്ക് ഇച്ചിരി കൂടിയോ എന്നൊക്കെ നോക്കി സമയമൊക്കെ നോക്കിയത്, പ്രിയ സഹോദരങ്ങളെ, സുവിശേഷത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണത്. അതുകൊണ്ട് ദൈവമേ, വചനത്തിന്റെ ഉൾപ്പൊരുൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ മക്കളിലേക്ക്, ഓരോ മകനിലേക്ക്, ഓരോ മകളിലേക്ക് സുവിശേഷത്തിന്റെ പ്രഭ കർത്താവേ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.